സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആരാ ഫുഡ് ഉണ്ടാക്കിയേ? ഏട്ടത്തി ആഹാരം ഉണ്ടാക്കിയേ. അടിപൊളി. ഏട്ടന്റെ ബെസ്റ്റ് ടൈം നോക്കിക്കോ. 2 മാസം. അതിനിടയിൽ ഏട്ടന് 10 കിലോ കൂടും. ഞങ്ങൾക്കും. മോൻ ചെന്ന് ഫ്രഷ് ആവ്. മോള് ചെല്ല്, ഇവിടെ ഞാൻ നോക്കിക്കോളാം. ആനന്ദേട്ടാ, ഇവര് മനഃപൂർവ്വം നമ്മളെയൊക്കെ കൊച്ചാക്കിയതാ. അവൻ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാ ചോദിച്ചത് ഭക്ഷണം ആരാ ഉണ്ടാക്കിയെന്ന്. അവള് വിളിച്ച കാര്യങ്ങൾ പറഞ്ഞു കാണും. എന്തായാലും മാധുരി കുറച്ച് കറിയും കൂടെ വിളമ്പിക്കും. ഭക്ഷണം എങ്ങനെയുണ്ട് ഏട്ടാ? ഇന്ന് ഭക്ഷണം താനാണ് പ്രിപ്പയർ ചെയ്തല്ലേ? അതെ സർ. എങ്ങനെ മനസ്സിലായി? ഞാൻ ഊഹിച്ചു. ഉച്ചയ്ക്ക് കൊടുത്തയച്ച ഫുഡ് ജോർജ് കുട്ടിയാ കഴിച്ചത്. ഷോ, സാറ് കഴിച്ചില്ലേ? ഞാനൊന്ന് ക്രെഡിറ്റ് അടിച്ചെടുക്കാന്ന് വിചാരിച്ചു നിൽക്കായിരുന്നു. എനിക്കൊന്ന് പുറത്തു പോകേണ്ടി വന്നു. ഞാൻ പുറത്തു പോകുന്ന ദിവസങ്ങളിലെ ഫുഡൊക്കെ കഴിക്കുന്നത് ജോർജ് കുട്ടിയാ. ഞാൻ തിരിച്ചു വന്നപ്പോ ജോർജ് കുട്ടി ഫുഡിനെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി സംസാരിച്ചു. സാധാരണയിൽ നിന്നും ഡിഫറെന്റ് ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. അമ്മയുണ്ടാക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് ജോർജ് കുട്ടിക്ക് അറിയാം. ഇത് അമ്മയുണ്ടാക്കിയതല്ലെന്നും പറഞ്ഞു. അപ്പൊ ഞാൻ ഊഹിച്ചു. എന്റെ ഊഹം ശരിയായിരുന്നു. അവിടെ ടേബിളിൽ വെച്ചിരുന്ന എല്ലാ ഫുഡ്സും താനാണോ ഉണ്ടാക്കിയത്? കംപ്ലീറ്റ് ആയിട്ടും ഞാനാ സർ. പാത്രവും വെള്ളമൊക്കെ ഒഴികെ. താൻ ടയർഡായല്ലേ? ഹെൽത്ത് നോക്കണം. നമ്മള് കോൺട്രാക്ട് ഭാര്യ കോൺട്രാക്ട് ഭർത്താവും അല്ലേ? 1 വർഷം കഴിഞ്ഞ് പിരിയേണ്ടവർ. പരസ്പരം കുറ്റം പറഞ്ഞ് പിരിയാൻ പാടില്ല. 1 വർഷം കൊണ്ട് വീട്ടുജോലി ചെയ്ത് ആള് കോലം കിട്ടുപോയെന്ന് പിന്നീട് എന്നെ കുറ്റം പറയരുത്. അയ്യോ, അടുക്കള ജോലി ചെയ്യുന്നത് എനിക്ക് സന്തോഷമാണ് സർ. ഇവിടത്തേക്കാൾ എത്രയോ ഇരട്ടി ആൾക്കാര് ആഹാരം കഴിച്ചിരുന്ന സ്നേഹസദനത്തിലെ ആളാ ഞാൻ. അവിടെയും ഞാനും കൂടി ചേർന്ന എല്ലാവർക്കും ആഹാരവും ബാക്കി കാര്യങ്ങളും എല്ലാം നോക്കുന്നേ. അതുകൊണ്ട് എനിക്കിതൊരു പ്രശ്നമല്ല. ഏതായാലും ഞാനിന്ന് ബർഗർ വാങ്ങിയില്ല. ജോർജ് കുട്ടി അത്ര ഗംഭീരമായിട്ട് ഫുഡിനെ കുറിച്ച് പറഞ്ഞപ്പോ താമച്ച ഫുഡൊന്നും കഴിക്കാന്ന് കരുതി. കുറച്ച് ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാം സർ. കുറച്ചധികം കറികളൊക്കെ ഉണ്ട്. കോൺട്രാക്ട് ഭാര്യയുടെ കൈപുണ്യം വിശാലമായിട്ട് തന്നെ അറിയാലോ. സർ വരൂ, താഴേക്ക് പോവാം. എല്ലാരും ഹാപ്പിയാണെന്ന് തോന്നല്ലോ. ഹാപ്പി ആവല്ലേന്നാണ് എന്റെ പ്രാർത്ഥന. ഈ സന്തോഷമൊക്കെ താൽക്കാലികമല്ലേ സർ? അതെന്താ താൻ അങ്ങനെ പറഞ്ഞേ? 1 വർഷം കഴിഞ്ഞ് നമ്മുടെ കോൺട്രാക്ട് തീർന്ന് ഞാൻ ഇവിടുന്ന് പോകേണ്ടി വരുമ്പോ ഇവിടെ ആരുടെയും കണ്ണു നനയാതിരിക്കാനും എനിക്ക് മനസമാധാനത്തോടെ പോവാനും അതാ നല്ലത്. ശരി, നമുക്ക് ഫുഡ് കഴിക്കാം. വരൂ സർ. സാർ ഇരുന്നു. 1 സെക്കൻഡ്. ഹലോ. ഇല്ല, നാളെ കോടതിയിൽ വന്നാൽ മതി. അവിടെ വന്നാൽ മതി. എന്തൊക്കെ പറഞ്ഞാലും ഉടുക്കത്തെ കൈപുണ്യം തന്നെ. എന്താ ഒരു ടേസ്റ്റ്. ആന്റി പതിയെ പായസം ഞാൻ വേണേ റൂമിൽ കൊണ്ടുവന്ന് തരുമായിരുന്നല്ലോ. അയ്യോ വേണ്ട. നീ വെച്ച ഭക്ഷണത്തിന്റെ രുചി കൊണ്ടാ ഞാൻ ഇതൊക്കെ കഴിക്കുന്നതെന്ന് വിചാരിച്ചോ? കനക ചേച്ചി വെക്കുമ്പോഴും ഞാൻ ഇതുപോലെ തന്നെയാ. ഏത് ജോലിക്കാരും എനിക്ക് ഒരുപോലെയാ. മാറങ്ങോട്ട്. അയ്യോ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ആന്റി. സാറ് അല്ല, അജുവേട്ടൻ ആഹാരം കഴിക്കാൻ വന്നു.
ഞാനപ്പോ അജുവേട്ടന് ആഹാരം എടുക്കാൻ വന്നതാ. ഇവളുടെ ഫുഡ് അവൻ അങ്ങനെ സുഹിച്ച് കഴിക്കണ്ട. അവനെ കൊണ്ട് ഇവളുടെ ഫുഡ് വെറുപ്പിക്കണം. അയ്യോ മോളെ, അതിനായിരുന്നോ? ആന്റി വിളമ്പി തരാം. എത്ര ദിവസമായി എന്റെ അജുമോനെ ആന്റി വിളമ്പി കൊടുത്തിട്ടെന്ന് അറിയാവോ? ഇതെല്ലാം ഞാൻ കൊണ്ടുവന്നോളാം. അല്ല, അത് ആന്റിക്ക് ബുദ്ധിമുട്ടാവില്ലേ? ബുദ്ധിമുട്ടോ? എനിക്കോ? ഒറ്റടി എങ്ങ് വെച്ചെന്നുണ്ടല്ലോ. നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ ചെന്ന് വർത്താനം പറഞ്ഞിരിക്കും. അപ്പത്തേനും ഞാൻ ഇതെല്ലാം ചൂടാക്കി അവിടെ എത്തിച്ചിരിക്കും. ഓക്കെ, മോള് പൊക്കോ. ഇപ്പൊ ശരിയാക്കി തരാം. ജീവിതകാലം മുഴുവനും മറക്കാത്ത ഭക്ഷണമാണ്. ഉപ്പങ്ങില്ല. ഇപ്പൊ വരാൻ കേട്ടോ. കുറച്ച് ടൈം എടുക്കുവേ. എല്ലാം ചൂടാക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ വേണ്ട, ഇത്ര മതി. ആന്റിക്ക് എന്താ എന്നോട് പ്രത്യേകിച്ചൊരു സ്നേഹം? ഒരു സന്തോഷം, അങ്ങനെ തോന്നിക്കാണും. നിക്ക് പറഞ്ഞില്ലേ ഞാൻ വിളമ്പാന്ന്. അത് തണുത്ത് കാണും മോളെ. ചൂടാക്കിയ കറിയുണ്ട്. മോനെ, ആന്റിയുടെ കൈകൊണ്ട് വിളമ്പുന്ന കറിയൊന്ന് കഴിച്ചു നോക്ക്. നിന്റെ ഭാര്യ ഉണ്ടാക്കി എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ കറിയാ. ഒന്ന് കഴിച്ചു നോക്ക്. ആഹാരം എങ്ങനെ വിളമ്പുന്നു എന്നുള്ളതാണ് പ്രധാനം. അടുത്ത ബന്ധുക്കൾ വിളമ്പിയ സ്നേഹത്തിന്റെ മധുരം കൂടി ഉണ്ടാവുന്നാ പറയാറ്. ആന്റി നല്ല സൂപ്പർ ഡയലോഗ്സ് ആണല്ലോ. നീ കഴിക്ക്. ഇനി ഞാനുണ്ടാക്കിയ ഭക്ഷണം കൊള്ളില്ല എന്ന് പറയാനുള്ള അടവായിരിക്കും. ഇത് മധുമതി ആന്റി മുളക് പൊടിയൊക്കെ ഇട്ട് എരിവ് കൂട്ടിയിരിക്കുകയാണ്. നാവും കുടലും കരളുമൊക്കെ കത്തിപ്പോയി. ഇപ്പൊ ഞാൻ എണീറ്റാൽ പൂജയ്ക്ക് അത് വിഷമാവും. മധുമതി ആന്റിക്ക് അവരുടെ ലക്ഷ്യം സാധിച്ച പോലെയാവും. എങ്ങനെയുണ്ട് സർ? സൂപ്പർ, ഫാന്റാസ്റ്റിക്. കേട്ടോ ആന്റി, ഇന്ന് ഞാൻ 100% ഹാപ്പിയായി. പാചകത്തിലും എന്റെ ഭാര്യ സൂപ്പർ. ഞാൻ എന്ത് ഭാഗ്യവാനാ. എന്റെ ഭാഗ്യം. എന്താ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? അത് ആനന്ദ കണ്ണീരാ. ഞാനിട്ടൊരു പഞ്ചസാര മറ്റാണോ? എല്ലാം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? എന്നാ ഞാൻ കുറച്ചുകൂടി തരാം. സൂപ്പർ സൂപ്പർ.
കുറച്ചുകൂടി കുറച്ചുകൂടി കുറച്ച് അപ്പൊ മാറിപ്പോയത് തന്നെ. ആന്റി സ്നേഹത്തോടെ എനിക്ക് വിളമ്പി തന്നു. അപ്പോ സ്നേഹത്തോടെ ഞാനും ഒരുള്ള ചോറ് അങ്ങോട്ട് തരാം. കണ്ടോ അർജുൻ മോന് എന്നോടുള്ള സ്നേഹം. ആന്റി എന്താ പറ്റി? ആന്റി എന്താ പറ്റിയേ? അയ്യോ എന്റെ മോ. ആന്റി കാര്യം പറ, എന്ത് പറ്റി? അയ്യോ എന്താ ആന്റി കാര്യം പറയ? ആന്റി എന്ത് പറ്റി? ഫുഡ് പോയ്സൺ. ആഹാരത്തിന് എന്തോ കുഴപ്പമുണ്ട്. ആഹാരത്തിന് എന്തോ കുഴപ്പം? ഇതേ ആഹാരമല്ല ഞാനും കഴിച്ചു. അല്ലല്ല, ഫുഡിന് എന്തോ കുഴപ്പമുണ്ട്. അയ്യോ ഇതിലൊരു മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതെങ്ങനെ? സാർ ഇതല്ലേ കഴിച്ചേ? എന്റെ അമ്മേ, എരിവ് ഉടുക്കത്തെരിവ് സഹിക്കാൻ പറ്റുന്നില്ല. സാറ് പിന്നെ വളരെ കൂളായിട്ടല്ലേ താഴെ ഇരുന്ന്, ഒരു പ്രശ്നമില്ലാത്ത പോലെ. എടോ അത് തന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാ. എടോ ഇതിലെന്തോ ഒരു ഫൗൾ പ്ലേ നടന്നിട്ടുണ്ട്. ആന്റി തന്നെയായിരിക്കും എന്റെ പുറകില്. തന്നെ ഒന്ന് കൊച്ചാക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം. പക്ഷേ താൻ അങ്ങനെ കൊച്ചാവണ്ടെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. എരിവും നീറ്റിലൊക്കെ കടിച്ചു പിടിച്ച് സഹിച്ച് നിൽക്കുമായിരുന്നു. അയ്യോ സാർ, അപ്പൊ തന്നെ പഞ്ചസാരയോ മറ്റോ കഴിക്കായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ താഴെ പോയി പഴവോ പഞ്ചസാരയോ എടുത്തിട്ട് വരാം. വേണ്ട, ഇപ്പൊ എല്ലാം ഓക്കെ ആണോ? അല്ല സാർ, എടുത്തോണ്ട് വരാം. സോറി സാർ. എന്ത് സോറി? അല്ല, ആന്റിക്ക് എന്നോടുള്ള ദേഷ്യത്തിന് സാറാണല്ലോ വേദന അനുഭവിക്കേണ്ടി വന്നത്. അതൊന്നും സാരമില്ല. എനിക്കൊരു ക്ഷീണം വരാതിരിക്കാൻ സാറാ വിഷമങ്ങൾ പുറത്ത് കാണിച്ചതുമില്ല. എടോ അതൊന്നും സാരമില്ല. ഞാൻ പോയി പഴവോ പഞ്ചസാരയോ എടുത്തിട്ട് വരാം. ആന്റി, നമുക്കൊരു ടിക്ടോക്ക് ചെയ്യാം. പിന്നെന്താ, ഒരു 10 മിനിറ്റ്. ആന്റി ഇപ്പൊ വരാം. ആ ശരി. മോക്കുള്ള പാലെടുത്ത് റൂമിൽ കൊണ്ടുവരണം. ആന്റി, ഞാൻ കുറച്ച് പഞ്ചസാരയും പഴവും കൊണ്ട് കൊടുക്കാൻ പോവാ അജുവേട്ടന്. അജുവേട്ടൻ? നമ്മള് കാണാത്ത ആളൊന്നും അല്ലല്ലോ ഈ അജുവേട്ടൻ. അവൻ എന്താ ഇള്ളാ കുഞ്ഞു, രാത്രി പഞ്ചസാരയും പാലും ഒക്കെ കഴിക്കാൻ? എന്തുകൊണ്ടായിരിക്കുമെന്ന് ആന്റിക്ക് അറിയാലോ. നമ്മുടെ ആഹാരത്തിൽ ആരോ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്തു. ഓ, ആരും മുളക് പൊടിയൊക്കെ ചേർത്തോ? അതാരാണെന്ന് അറിയണമല്ലോ. ആഹാ, അതറിഞ്ഞിട്ട് തന്നെ കാര്യം. എന്തിനാ ആന്റി ഇതൊക്കെ? അന്ന് വനിതാ ക്ലബിലെ സംഭവം, അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. ആന്റി എന്റെ മുഖത്ത് ചൂട് ചായ ഒഴിച്ചു. പ്ലീസ് ആന്റി, എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ ജീവിച്ചു പൊയ്ക്കോട്ടെ. നിക്ക്. അപ്പൊ പറഞ്ഞു വരുന്നത് ഇവിടെ ആഹാരം ചീത്തയാക്കിയത് ഞാനാണെന്നല്ലേ? ആന്റി കണ്ണടച്ചിരിട്ടാക്കല്ലേ. എന്താ സംഭവിച്ചെന്ന് ആന്റിക്ക് അറിയാം. ഓഹോ, നീ എന്നെ കളിയാക്കാണല്ലേ? എനിക്ക് മനസ്സിലായി. അർജുന് കൊടുക്കേണ്ട ആഹാരത്തില് നീ മുളക് പൊടി ചേർത്തു. എന്നിട്ട് ഞാനാണ് അത് ചേർത്തതെന്ന് പറഞ്ഞ് ആളുകളെ തമ്മിൽ തെറ്റുകയാണല്ലേ? അല്ലേടി? ഞാനിപ്പോ എല്ലാവരും വിളിച്ച് കൂട്ടുന്നുണ്ട്. ഇല്ലാത്തൊരു കാര്യം എന്റെ തല കെട്ടിവെക്കുകയാണെന്ന് എല്ലാവരും അറിയട്ടെ. ശരി ശരി, വിട്ടേക്ക്.
ഞാൻ നേരിട്ട് കണ്ടില്ല. കാണാത്ത കാര്യം തെളിയിക്കാനും പറ്റില്ല. പക്ഷെ എല്ലാം കാണുന്ന ഒരാൾ എവിടെയോ ഉണ്ട് ചേച്ചി. അത് ചേച്ചി മറക്കരുത്. ഓ, ദൈവം തമ്പുരാന്റെ കാര്യമായിരിക്കും. പിന്നെ ഇവിടുത്തെ മുളകോടി നോക്കിയിരിക്കാനല്ലേ പുള്ളിക്ക് നേരം. ശരിയാക്കി തരാം. ഇത്രയും പാൽ എന്തിനാ കളയുന്നേ? എത്ര പേർക്ക് എന്റെ മോക്ക് കുടിക്കാനുള്ള പാല് ചോദിച്ചപ്പോ നീ അതങ്ങ് തട്ടിക്കളഞ്ഞല്ലേടി? അമ്മേ, അർജുൻ, അമ്മ ഒന്ന് ഓടി വാ. ആന്റി, കള്ളം പറയരുത്. എന്തിനാ ആന്റി ഇത്രയും ക്രൂരത കാണിക്കുന്നത്? ആന്റി തന്നെ തട്ടിക്കളഞ്ഞതല്ലേ? എടി, കാണിച്ചു തരോടി. എന്താ മധു, പാത്രമൊക്കെ വീഴുന്ന ശബ്ദം കേട്ടല്ലോ. അമ്മ ഇത് നോക്കമ്മേ, കണ്ടോ? ഒരു പാത്രം പാലെടുത്ത് തട്ടിക്കളഞ്ഞു. അത് കഴിഞ്ഞാ കറിയും തട്ടിക്കളഞ്ഞു. ആരാ തട്ടിക്കളഞ്ഞേ? ആരായിരിക്കും? മാധുരി ചേച്ചി എന്തിന് ലൈസൻസ് കൊടുത്ത ഒരാളുണ്ടല്ലോ ഇവിടെ. അനുക്കുട്ടിയെ തല്ലാനും നമ്മളെയൊക്കെ കരയിക്കാനും അവകാശം ഉണ്ടെന്ന് കരുതി നടക്കുന്ന ഒരാളുണ്ടല്ലോ. ഇതാ ഇവള് തന്നെ. അർജുമോനെ, ഇത് കണ്ടോ? എന്റെ ഐഷുമോക്ക് കുടിക്കാനുള്ള പാലൊക്കെ ഇവള് തട്ടിക്കളഞ്ഞു. അയ്യോ, ഞാനല്ല. മിണ്ടരുത്. മോക്ക് കുറച്ച് പാല് റൂമിൽ കൊണ്ടുവയ്ക്കണം എന്ന് പറഞ്ഞു. അത് പിടിച്ചില്ല. ഞാൻ ആരുടെയും ജോലിക്കാരിയല്ല, എന്നോട് ആജ്ഞാപിക്കുന്നോന്നൊക്കെ ചോദിച്ചു ഒറ്റ തട്ട്. സത്യമാണോ പൂജ? ഞാനിനി എന്തൊക്കെ പറഞ്ഞാലും ഇവരാരും വിശ്വസിക്കില്ല. എനിക്കൊന്നും പറയാനില്ല. രുചിയുള്ള ആഹാരം ഉണ്ടാക്കി ഞങ്ങളെ കൊണ്ട് കഴിപ്പിച്ചതൊക്കെ ഓരോ അടവായിരുന്നല്ലേ? അന്നത്തിനോട് എന്തെങ്കിലും ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുമായിരുന്നോ? കുഞ്ഞിന് പാല് റൂമിൽ കൊണ്ടുവച്ചാ എന്താ ആകാശം ഇടിഞ്ഞു വീഴുവോ? പറഞ്ഞില്ലേ, അടുക്കള ജോലിക്കുള്ള ഒരു പെണ്ണ് ആ സ്ഥാനത്താ നീ. അടുക്കള നിൽക്കുന്നവര് വീട്ടുകാര് പറയുന്ന ജോലി ചെയ്യണം. സകല പാത്രങ്ങളും കഴുകി വെക്കണം, തറയൊക്കെ തുടച്ച് വൃത്തിയാക്കണം. എല്ലാം കഴിഞ്ഞേ പോകാവൂ. നീ വൃത്തികേടാക്കിയത് നീ തന്നെ ക്ലീൻ ചെയ്തിട്ടേ പോകാവൂ. ഒരു പൊടി പോലും തറയിൽ കാണാൻ പാടില്ല. തുടങ്ങിക്കോ. വാ മധു. ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞു വരുമ്പോ പാതിരാത്രിയാവും. ഇന്നിനി അവക്ക് ഉറക്കമില്ല. എന്തായാലും സ്ലീപ്പിംഗ് പിൽസ് കൊടുക്കേണ്ടി വരില്ല. എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ഇന്നലെ അവൻ മുറിന്ന് പുറത്തു പോകുന്നൊക്കെ കണ്ടു. വരട്ടെ, ഞാൻ കണ്ടുപിടിക്കും. എന്നാലും മോനെ, ആന്റി ഇങ്ങനെ പറഞ്ഞു കളഞ്ഞല്ലോ എന്ന് തോന്നരുത്. നിനക്ക് വേറെ ആരും കിട്ടിയില്ലായിരുന്നോടാ? വേറെ ആരും കിട്ടാത്തത് ആന്റിയുടെ ഭാഗ്യമാ. പൂജയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ആന്റിയുടെ പല്ല് ചിലപ്പോ താഴെ വീണാനെ. മക്കളെ, അർജുന്, നീ ആന്റിയോട് എന്തൊക്കെയാണോ ഈ പറയുന്നേ? ഞാൻ ആന്റിയുടെ ലെവലിലുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഒരു സംഭവം കേൾക്കുമ്പോ തന്നെ അറിയാം എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നതെന്ന്. ആന്റി അല്ലേ അത് തട്ടിക്കളഞ്ഞത്? എടാ മക്കളെ, എടാ ഞാൻ അങ്ങനെയൊന്നും ഞാൻ അവിടെ വെച്ച് ആന്റി ചോദ്യം ചെയ്യാത്തത് അത് ആന്റിക്ക് അവളോടുള്ള ദേഷ്യം കൂടുന്നുള്ളത് കൊണ്ടാ. അതുകൊണ്ടാ ഞാനിങ്ങ് തിരിച്ചു വന്നത്. നിങ്ങൾക്കൊക്കെ അവളോട് ദേഷ്യമാണെന്ന് അറിയാം. ആ ദേഷ്യം കൂട്ടണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ പലതും കണ്ടില്ലാന്ന് വെക്കുന്നത്. എനിക്കറിയായിരുന്നു അവിടെ എങ്ങനെയാ പ്രതികരിക്കേണ്ടതെന്ന്. അതൊരു പാവം ആന്റി, അതിനങ്ങ് വിട്ടേക്ക്. എന്തോ വസന്തേട്ടൻ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ വരാവേ. അതെ വരുന്നേ.
ആഹാ, മോള് ഉറങ്ങാൻ പോയില്ലായിരുന്നോ? മണി ഇത് എത്രയായി? ചെല്ല്. അതമ്മേ, അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി. പിന്നെ അച്ഛമ്മ പറഞ്ഞു പാത്രമൊക്കെ കഴുകി വെക്കാൻ. തറയില് പാലും കറികളും ഒക്കെ വീണു, അതൊക്കെ തുടച്ച് വൃത്തിയാക്കാൻ. പാലും കറിയൊക്കെ തറയിൽ വീണെന്നോ? എങ്ങനെ? കുട്ടിയുടെ കൈ തട്ടി വീണതാ? എന്റെ കൈ തട്ടിയതല്ലമ്മേ, മധു ആന്റിയുടെ കൈ തട്ടിയതാണെന്നാ എനിക്ക് തോന്നുന്നത്. ഓ, അമ്മയ്ക്ക് വിഷമം തോന്നരുത്. മധു ആന്റി മനഃപൂർവ്വം തട്ടിയിട്ടത്. എന്നിട്ട് ഞാനാ തട്ടിയിട്ടേന്ന് കുറ്റം പറഞ്ഞ് എന്റെ തലയെ കെട്ടിവെച്ചു. അച്ഛമ്മ ഒന്ന് പറഞ്ഞു ഒക്കെ വൃത്തിയാക്കി പാത്രം കഴുകി വെച്ചിട്ട് പോയാ മതിയെന്ന്. ഈ മോളെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ പാടില്ല. മുറിയിലേക്ക് പറഞ്ഞയക്കണം. മോളെ, അടുക്കളയിലെ വെളിച്ചം കണ്ടിട്ടാ ഞാൻ ശ്രദ്ധിച്ചേ. മോളെ, പിന്നെ ഇവിടെ രാത്രിയിൽ 10 മണി കഴിഞ്ഞാൽ പാത്രം കഴുകുന്ന ശീലമില്ല. ഒക്കെ അതിനു മുമ്പ് തന്നെ കഴുകി വെക്കണം. അതാ ഇവിടുത്തെ ചിട്ട. അസമയത്ത് അടുക്കള ഉപയോഗിക്കാറില്ല. ചിട്ട തെറ്റിക്കണ്ട. മോള് രാവിലെ എഴുന്നേറ്റൊക്കെ വൃത്തിയാക്കിയാ മതി. അല്ലമ്മേ, അച്ഛമ്മ പ്രത്യേകം പറഞ്ഞതാ തറയും തുടച്ച് പാത്രങ്ങളും കഴുകി വെച്ചിട്ട് പോയാ മതിയെന്ന്. അതമ്മ ശ്രദ്ധിക്കാതെ പറഞ്ഞതായിരിക്കും. രാത്രി 10 മണിക്ക് മുമ്പ് അടുക്കള അടച്ചേ പറ്റൂ. പറഞ്ഞില്ലേ, കുട്ടി രാവിലെ എഴുന്നേറ്റൊക്കെ കഴുകി വെച്ചാ മതി. എങ്കിൽ ശരിയമ്മ. ആ, മധു ആന്റിയുടെ കാര്യം അങ്കിളിനോടൊന്നും പറയണ്ട. ഞാൻ അമ്മയോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറഞ്ഞതാ. ഇല്ല മോളെ, പറയില്ല. മോള് പോയി കിടന്നു. ആ മോളെ, എല്ലാം നേരെയാവും. ഈ വിഷമം ഒക്കെ മാറും. ഒക്കെ ശരിയാവും. അർജുൻ മോൻ അന്വേഷിക്കുന്നുണ്ടാവും. ചെല്ലേ. എല്ലാം ഞാൻ തന്നെ കഴുകി വെക്കാം. ജോലി കഴിഞ്ഞോ? ഇല്ല, ബാക്കി ഇനി രാവിലെ ചെയ്യണം. അതിരാവിലെ എഴുന്നേക്കണം. ഞാൻ തന്നോട് അന്നേ പറഞ്ഞതല്ലേ ഇത്ര ഇന്നസെന്റ് ആവാൻ പാടില്ലെന്ന്. തല കുനിച്ചു കൊടുക്കുന്നവരുടെ തലയെ ചവിട്ടിക്കേറും. അതാണ് ലോകം. എനിക്ക് മനസ്സിലായി ആന്റിയാണത് തട്ടിയിട്ടെന്ന്. പക്ഷേ ആ സമയത്ത് താനത് ഷാർപ്പായിട്ട് ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ ഇന്നത്തോടെ ഒരു മര്യാദക്കാരിയായെന്നെ. അതൊന്നും സാരമില്ല സർ. എനിക്ക് സാരമുണ്ട്. താനേ എന്റെ ഭാര്യ. തന്റെ ഈ അയ്യോപാവം സ്വഭാവം കാരണമേ എന്റെ വിലയാ പോകുന്നത്. എടോ, ഞാനൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് പെരുമാറുന്ന പോലെ തന്നെ അങ്ങോട്ടും പെരുമാറണമെന്ന്. അന്ന് പ്രിയോട് ആ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് അവൾ ഇനി തന്നോട് സൂക്ഷിച്ചേ പെരുമാറത്തുള്ളൂ. ഇവിടെയും അത് തന്നെ വേണം.